ഇന്നത്തെ വീഡിയോയിൽ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. തരിക്കഞ്ഞിക്കൊക്കെ പകരമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടം നല്ല തണുപ്പുള്ളത് എന്തെങ്കിലും കഴിക്കാനല്ലേ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആവുകയും ചെയ്യും, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 300 ml ഉണ്ടാവും വെള്ളം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. പാലെടുത്തിട്ടുള്ളത് ഞാൻ മിൽമയുടെ 3 പാക്കറ്റ് പാലാണ്. ഇപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 കപ്പ് സേമിയാണ്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സേമിയം തിന്നായിട്ടുള്ള സേമിയ എടുക്കാൻ ശ്രദ്ധിക്കണേ. കട്ടിയുള്ള സേമിയ ആകുമ്പോൾ ഒരുപാട് പശ കൂടുതലാണ്, ഇത്ര ടേസ്റ്റും കിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് സേമിയ നന്നായിട്ട് വെന്ത് വരണം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള സേമിയം റോസ്റ്റഡ് അല്ല, സാധാ സേമിയാണ്, വറുക്കാത്ത സേമിയാണ് ചേർത്തിട്ടുള്ളത്. 3/4 കപ്പ് തന്നെ ചേർത്താൽ മതി. അതിൽ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ കട്ടിയായി പോകും. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സേമിയ. ബാംബിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതാകുമ്പോൾ നല്ല തിന്നായിട്ടുള്ള സേമിയ കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി തന്നെ വേവിച്ചെടുക്കുക. സേമിയ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അത് മുകളിലേക്ക് പൊങ്ങിക്കിടക്കും. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. അപ്പോൾ നല്ലോണം സേമിയ വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒന്നുകൂടെ സേമിയ വേവാനുണ്ട്. കുറച്ച് സമയം കൂടി മീഡിയം ഫ്ലെയിമിൽ സ്റ്റവിൽ തന്നെ വെക്കുക. ഇപ്പോൾ സേമിയ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂണോളം വാനില എസൻസ് ആണ്. ഇത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം 1 മാസമായി. ഇതിനിടയിൽ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഓൺലൈൻ ബൊട്ടീക്കാണ്, മെഹർ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ചാനൽ കാണുന്നവർ അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതൊരു 1/4 മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കോൺഫ്ലവറും ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളവും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് കുറുകി വരും. ഒരുപാട് തിക്കായി പോവാനല്ല, ചെറിയൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് കട്ടിയായിട്ട് വരും. ഇപ്പോൾ സേമിയൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് റോസ് സിറപ്പാണ്. ആദ്യം ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ആപ്പിൾ കട്ട് ചെയ്തതാണ്. 1/2 മുതൽ 1 ആപ്പിൾ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്തിയതാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഈ ചൂടുകാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയലും റെഡിമെയ്ഡ് കോട്ടൺ ചുരിദാറും പാകിസ്ഥാനി സെറ്റൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് കൂടി റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു റോസ് ഫ്ലേവർ കുറച്ച് കുറവുള്ളത് പോലെ തോന്നിയപ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറക്കൊക്കെ ചെയ്യാം. കുറച്ച് കസ്കസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിന് ശരിക്കും ഒരു ഫലൂദ കഴിക്കുന്ന ഫീലാണ് കിട്ടുന്നത്. ഒരു ഫലൂദൻ്റെ ഫ്ലേവറാണ് ഇതിനുള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പറയുന്നത്, കുട്ടികളൊക്കെ പറയും ഇതിന് ഫലൂദ എന്ന് തന്നെയാണ്. കുറച്ച് ഐസ്ക്രീം കൂടി ഇട്ട് കൊടുത്താൽ ഒരു സിമ്പിൾ ഫലൂദ റെഡിയായി. ഒരു ദിവസമെങ്കിലും തരിക്കഞ്ഞിക്ക് പകരമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്